അങ്ങനെ സുന്ദരൻ രണ്ട് പോരാട്ടങ്ങൾക്കാണ് ലോകകപ്പ് വേദി ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഗിഫ്റ്റി ഗ്രേഷ്യസ് ഫുട്ബോളർ നമ്മോടൊപ്പം തത്സമയമുണ്ട്. ഗിഫ്റ്റി, ഒരിക്കൽ കൂടി സ്വാഗതം. ഗിഫ്റ്റി, ഇന്ന് ബ്രസീൽ ഒരു അഗ്നിപരീക്ഷ നേരിടാൻ പോവുകയാണ് നോർവേക്കെതിരെ. നോർവേ, അവിടെ ഹാലൻഡ്, ഒഡേഗാർഡ്, അങ്ങനെ സംഭവബഹുലമാണ് ആ സംഘത്തിൻ്റെ ഇതുവരെയുള്ള റൺ. ആ കോച്ച് പറഞ്ഞതുപോലെ നല്ലൊരു റണ്ണിലാണ് നോർവേ. അപ്പോൾ ബ്രസീലിന് എങ്ങനെയായിരിക്കും നോർവേ പരീക്ഷ? നല്ലൊരു മത്സരമായിരിക്കും. രണ്ട് യൂറോപ്യൻ ശക്തികളും, ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമും ഒരു യൂറോപ്യൻ ടീമുമാണ്. നല്ല ടൈറ്റ് മത്സരമായിരിക്കും. ബ്രസീലിന് ഒട്ടും എളുപ്പമായിരിക്കില്ല. ഇതുവരെ നോർവേയോട് ബ്രസീലിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ എർലിംഗ് ഹാലൻഡ്, ഒഡേഗാർഡൊക്കെ നല്ല ഫോമിലാണ്. അപ്പോ ഇതുവരെ ബ്രസീൽ കളിച്ചത് ലാസ്റ്റ് ആഞ്ചലോട്ടി ഒരു തന്ത്രം ഇറക്കിയത് ജപ്പാന്റെ എതിരാണ്. ലോങ് ബോൾ ആണ് ഈ പ്രാവശ്യം കഴിഞ്ഞ കളിക്ക് ഇറക്കിയത്. ഈ പ്രാവശ്യം ഇനി എന്ത് തന്ത്രം ഇറക്കും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്താ വെച്ചാൽ അവർ ഹൈറ്റുള്ള പ്ലേയേഴ്സ് ആണ്. ഇപ്പൊ ലോങ് ബോൾ എന്തായാലും അവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഞ്ചലോട്ടിന് ഇനി ഏത് തന്ത്രം കൊണ്ടാണ് ഇന്നത്തെ കളി ഇറങ്ങുന്നത് എനിക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആഞ്ചലോട്ടി പറഞ്ഞത്, ഈ ടീമിൽ കാര്യമായിട്ടുള്ള പൊളിച്ചെഴുത്തുണ്ടാകുമെന്നുള്ള കാര്യം. അതായത് റഫീഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടെങ്കിലും ടീമിലേക്ക് മടങ്ങിയെത്താം, പക്ഷേ പക്കറ്റ് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. നെയ്മർ ഏതാണ്ട് ഫുൾ ടൈം കളിക്കാൻ ഫിറ്റ് ആയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫസ്റ്റ് 11 എങ്ങനെയായിരിക്കും ഇത് മാറ്റി പരീക്ഷിക്കുക ഗ്രേഷ്യസ്? നെയ്മറിനെ കൊണ്ടുവരാൻ ആഞ്ചലോട്ടി പറഞ്ഞത് 90 മിനിറ്റ് കളിക്കാൻ നെയ്മർ ഫിറ്റാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എത്രത്തോളം ചേഞ്ച് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താ വെച്ചാൽ പെട്ടെന്ന് നെയ്മറിനെ ഫസ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരാൻ കോച്ച് അത്രയും ധൈര്യം കാണിക്കുമെന്ന് അറിയില്ല. ഇത്രയും ക്രൂഷ്യൽ മാച്ചാണ്. ഇൻ കേസ് നെയ്മറിനർക്ക് എന്തെങ്കിലും ഒരു പരിക്ക് വന്നാൽ ഒരു സബ് തന്നെ ഫസ്റ്റ് തന്നെ പോകേണ്ട അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് എനിക്കൊരു ഉറപ്പ് പറയാനല്ല. നെയ്മറിനെ ഇന്ന് കളിപ്പിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല വ്യക്തമായിട്ട്. ഇനി ചിലപ്പോൾ ടീം അടിച്ച് പണിതില്ലെങ്കിൽ കുറച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. മിഡ്ഫീൽഡിൽ എന്തായാലും അങ്ങനെ ഉണ്ടാവും. ഈ മോളിലോട്ട് വല്ലതും നെയ്മർ വന്നാൽ മാത്രമേ ഒരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നേരെ മറിച്ച് അവിടെ നോർവേ ടീമിൻ്റെ കാര്യം. നോർവേ ടീം ഗംഭീരമായിട്ട് മുന്നേറുന്നുണ്ട്, പ്രത്യേകിച്ചും അവരുടെ ഗോൾ മെഷീൻ തന്നെ ഹാലൻഡ്. അതിനപ്പുറത്തേക്ക് അവരുടെ ക്യാപ്റ്റൻ ഗംഭീര ഫോമിലാണ്. അങ്ങനെ ഈ ക്യാപ്റ്റനും ഹാലൻഡും ചേർന്നുള്ള ഒരു മികവ് പ്രകടമാകുന്നുണ്ട് കളത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അവർ അന്ന് ഫ്രാൻസിനെതിരെ അവരുടെ ഒരു ബി ടീം എന്ന് പറയാം, എങ്കിൽ പോലും അവർ അവിടെ സ്കോർ ചെയ്തു ഫ്രഞ്ച് പടക്കെതിരെ. അപ്പോൾ ഗോൾ സ്കോർ ചെയ്യാൻ വളരെ സാധ്യത കൂടുതലുള്ള, ഗോൾ കൺവേർഷൻ റേറ്റ് കൂടുതലുള്ള ടീമാണ് നോർവേ. ബ്രസീലിന് എങ്ങനെയായിരിക്കും ബ്രസീൽ ഡിഫൻസ് ഈ നോർവേയെ നേരിടാൻ പോകുന്നത്? നല്ല പാടായിരിക്കും. ബ്രസീലിനെ വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ഡിഫൻഡർമാരാണ്. മാർക്കിനോസും അതുപോലെ ഗബ്രിയലും ആണ്. രണ്ടുപേരും ഗബ്രിയൽ ആണെങ്കിൽ പ്രീമിയർ ലീഗിൽ ആർസനലിന് വേണ്ടി കളിക്കുന്നതാണ്. മാർക്കിനോസ് ആണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലൊക്കെ നല്ല പെർഫോമൻസ് ചെയ്തതാണ്. PSG പ്ലെയറാണ്. അപ്പൊ അവരൊക്കെ നല്ല ശക്തമായ ഡിഫൻസ് തന്നെയാണ്. പക്ഷെ ഹാളൻഡിനെ പിടിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഹാളൻഡ് അത്രയും ഗോൾ സ്കോറിംഗ് ഒരു മിഷൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. എപ്പോ ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഗോൾ അടിക്കും. അക്രമാറ്റിക്കും എല്ലാ രീതിയിലും ഗോൾ അടിക്കാൻ കഴിയുന്ന പ്ലെയറാണ്. അതുകൊണ്ട് ഹാളൻഡിനെ പിടിച്ചു നിർത്താന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ഡിഫൻസിൽ. ഹാളൻഡിനെ പിടിച്ചു കെട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും ബ്രസീലിനെ സംബന്ധിച്ച്. ഇനി ഒരു പ്രീ ക്വാർട്ടറിൻ്റെ ഒരു നോക്കൗട്ട് ഘട്ടത്തിൻ്റെ എല്ലാ സമ്മർദ്ദവും ഉണ്ടല്ലോ. അപ്പോൾ ഈ എന്തായിരിക്കണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ആദ്യം ആരുടെ ഒരു അറ്റാക്കിലേക്ക് പോകും, അല്ലെങ്കിൽ ആദ്യം ഗോൾ സ്കോർ ചെയ്യാൻ സാധ്യത കൂടുതൽ ഏത് ടീമായി കരുതണം ഈ നോർവേയും ബ്രസീലും ഏറ്റുമുട്ടുമ്പോൾ? എന്തായാലും എനിക്ക് തോന്നുന്നത് നോർവേ ഫസ്റ്റ് ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ബ്രസീൽ എന്തായാലും ഒന്ന് നോക്കിയേ കളിക്കുള്ളൂ. ഒറ്റയടിക്ക് എന്തായാലും ബ്രസീൽ ഫുൾ ഓൾ ഔട്ട് അറ്റാക്കിന് വരാൻ സാധ്യത വളരെ കുറവാണ്. ബ്രസീൽ എന്തായാലും ജപ്പാനോട് കളിച്ച പോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞിട്ട് ബ്രസീൽ അറ്റാക്കിലോട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യം തന്നെ ബ്രസീൽ ഫുൾ അറ്റാക്കിലോട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. എന്താ വെച്ചാൽ നോർവേ അത്രയും നല്ല ടീമാണ്. ഒരിക്കലും ചെറിയൊരു എതിരാളികളല്ല. തുല്യ ശക്തിയാണ് ഏകദേശം രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് ആദ്യമേ നോർവേ അടിക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, കളിയാണ്, എന്ത് സംഭവിക്കാം. ഇന്നലെ തന്നെ കണ്ടു, ഒരു ഗോളിനാണ് ഫ്രാൻസ് ഇത്രയും വലിയ അറ്റാക്ക് നേരെ ഉണ്ടായിട്ട് ഒറ്റ ഗോളിനാണ് ജയിച്ചത്, അതും പെനാൽറ്റിയാണ്. അപ്പൊ അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല എങ്ങനെ കളി പോവാന്നുള്ളത്. പക്ഷെ കളി എന്തായാലും നല്ല ടൈറ്റ് മാച്ച് ആയിരിക്കും. ഒരിക്കലും നമുക്ക് എന്തായാലും പ്രെഡിക്റ്റബിൾ ആയിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒട്ടും പ്രഡിക്റ്റബിൾ ആയിരിക്കില്ല ആ മത്സരം എന്നുള്ളതിൽ സംശയമില്ല. എന്താണെങ്കിലും ഗിഫ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഈ ബ്രസീൽ ഒന്ന് കരുതി കളിക്കാനാണ് സാധ്യത തുടക്കത്തിൽ. അതുകൊണ്ട് തന്നെ ആ അവസരത്തിൽ നോർവേ ഗോൾ അടിക്കാനുള്ള സാധ്യതയും സാഹചര്യവും നമ്മൾ മുൻകൂട്ടി കാണണം. ഇനി
പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കാഴ്ച അതുണ്ടാകാൻ പോകുന്നത് ഗാലറിയിൽ 2 ആരാധക കൂട്ടത്തിൻ്റെ ഒരു പോരാട്ടം കൂടിയായിരിക്കും. ബ്രസീലിൻ്റെ മഞ്ഞ നിറത്തിൽ ഒരുപാട് ആരാധകർ ഉണ്ടാകും. പക്ഷേ ഈ വൈക്കിംഗ് ഡ്രോയിങ്ങുമായി എത്തുന്ന ആ നോർവേയുടെ ഫാൻസ്, ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും ഗംഭീര ഫാൻസിലൊന്നായിരുന്നു നോർവേയുടെ ഫാൻസ്. അവരിങ്ങനെ ഒരു ട്രാവലിംഗ് ഫാൻസായി വലിയ കൂട്ടമായി സ്റ്റേഡിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആരാധകരുടെ ഒരു പിന്തുണയിൽ ആരായിരിക്കും മുന്നിൽ ഗിഫ്റ്റി? എനിക്ക് തോന്നുന്നു നോർവേ ആണ്. നോർവേന്റെ ഫാൻസ് ഒരു പ്രത്യേക ഒരു രസമാണ്. അവരുടെ ലാസ്റ്റ് ആ മാച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് ജയിച്ച് കഴിയുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ ഒഡേഗാർഡ് ഒരു ബാൻഡ് കൊട്ടുമ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷൻ ഒക്കെ വളരെ രസമുള്ള വൈക്കിംഗ് റോവിംഗ് എന്നാണ് അവർ പറയുന്നത്. വൈക്കിംഗ് റോവിംഗ്. അത് നല്ല രസമുള്ള ഒരു ഇതാണ് അവർ ചെയ്യുന്നത് തന്നെ. നമ്മൾ കണ്ടിരിക്കാൻ പറ്റുന്നത് ഒരു പ്രത്യേകതയാണ് അതിനുള്ളത്. നമ്മൾ ഇനി അടുത്ത മത്സരത്തിന്റെ സാഹചര്യം കൂടി പരിശോധിക്കണം ഗിഫ്റ്റി. അതായത് അവിടെ ഇംഗ്ലണ്ടിന് അഗ്നിപരീക്ഷ അത് മെക്സിക്കോയ്ക്കെതിരെയാണ്. ഇംഗ്ലണ്ടിനാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ടെൻഷൻ എന്ന് തോന്നുന്നു. കാരണം മെക്സിക്കോയിലാണ് മത്സരം. ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് അസ്തക്ക. അവിടെ മെക്സിക്കോ ആരാധകരുടെ ബഹളമായിരിക്കും. എങ്ങനെയായിരിക്കും ഹാരി കെയ്നും ടീമും ഈ മത്സരത്തെ നേരിടുക? എന്തായാലും ഹാരി കെയ്നും ടീമിനും എളുപ്പമായിരിക്കില്ല. ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമുകളും ആഫ്രിക്കൻ ടീമുകളും ഈ വേൾഡ് കപ്പിൽ ഭയങ്കര ഡേഞ്ചറാണ്. അവരോടുള്ള മാച്ചുകളെല്ലാം ഭയങ്കര ടഫാണ്. യൂറോപ്യൻ ടീമുകൾക്കെല്ലാം മിക്ക മാച്ചുകളും എടുത്തു നോക്കിയാൽ മതി. ഒരിക്കലും ഒരു ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ചുകളല്ല കൊടുക്കുന്നത്. ലാസ്റ്റ് 90 മിനിറ്റ്സ് വരെ നല്ല ടഫ് കോമ്പറ്റീഷൻ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആയിരിക്കും ഇംഗ്ലണ്ട് ടീമിന് തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അവരോട് കളിക്കുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മെക്സിക്കോയിലാണ് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വലിയ പ്ലേയേഴ്സുകൾ വളരെ കുറവാണ്. എല്ലാവരും അത്ര ടോപ്പ് ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സ് കുറവാണ്. പക്ഷെ എല്ലാവരും ഒരു ആവറേജ് പ്ലേയേഴ്സ് ആണ്. പക്ഷെ അവർ ടീമായിട്ട് അവർ ലാസ്റ്റ് വരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ പ്രത്യേകിച്ച് ഈ ടൂർണമെന്റിൽ തന്നെ ഒരു മാച്ചുകളും തോറ്റിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ലാസ്റ്റ് ഇംഗ്ലണ്ടിന്റെ ഒരു കളി നമ്മൾ എടുത്തു നോക്കിയാൽ മതി. അവർ ഡിയർ കോങ്കോയോട് 2-1 ലാസ്റ്റ് ആണ് അവർ ജയിച്ചു വരുന്നത്. അത് ഹാരി കെയ്ന്റെ ഒരു ബ്രില്യന്റ് ഗോൾ കൊണ്ടാണ് കളി തന്നെ മാറിയത്. അപ്പൊ അതുകൊണ്ട് ഒട്ടും എളുപ്പമായിരിക്കില്ല ആ മാച്ച്. ഓൾറെഡി മെക്സിക്കോയിലാണ് കളി. ഫാൻസിന്റെ സപ്പോർട്ടും നല്ല രീതിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു പ്രതീക്ഷ ഒരിക്കലും കളി എളുപ്പമായിരിക്കില്ല, നല്ല ടഫ് തന്നെ ആയിരിക്കും. എന്തായാലും ഇംഗ്ലണ്ട് നന്നായിട്ട് പാടുപെടേണ്ടി വരും ആ ഒരു മാച്ച് വിൻ ചെയ്ത് കയറി വരണമെങ്കിൽ. ഉറപ്പായിട്ടും ഇംഗ്ലണ്ടിനെ ഒരു തരത്തിലും അടുപ്പിക്കില്ല മെക്സിക്കോ എന്നുള്ളത് സംശയമില്ല. അവിടെ മെക്സിക്കൻ തിരമാലകളായിട്ട് ഇങ്ങനെ ആരാധകർ നിൽക്കുകയാണല്ലോ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ക്വിനോനസ് എന്ന അവരുടെ ഒരു ട്രംപ് കാർഡുണ്ട് മെക്സിക്കോയ്ക്ക്. ഇംഗ്ലണ്ടിന് ഹാരി കെയ്ൻ ഗോളടി മികവിലുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്, വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ഒരു അറ്റാക്കിംഗ് ഇൻഡെക്സിൽ ഇംഗ്ലണ്ടിനൊരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ടോ? ഈ ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും അതുപോലെ സാക്ക പിന്നെ ഗോർഡൻ ലാസ്റ്റ് മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ വന്നതിന് ശേഷം 2 അസിസ്റ്റാണ് ചെയ്തത്. ഇതാണ് അവരുടെ അറ്റാക്കിംഗ് ഉള്ള പറയാൻ വേണ്ടി. ഗോർഡനിലാണ് പിന്നെയും കുറച്ചും കൂടി ഒരു ഹാരി കെയ്ന് ശേഷം കൂടുതൽ ഒരു അറ്റാക്ക് വരുന്ന ഒരു പ്ലെയർ. വിങ്ങിലൂടെയാണ് നല്ല ക്രോസുകളാണ് വരുന്നത്. പിന്നെ പറയാനായിട്ട് ബെല്ലിംഗ്ഹാമാണ്. ബാക്കി പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും അവരുടെ ആ പൂർണ്ണമായിട്ടുള്ള പെർഫോമൻസിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. സാക്കയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കളിക്കില്ലായിരുന്നു, പിന്നെയാണ് ഇറങ്ങി വന്നത്. അപ്പൊ റാഷ്ഫോർഡ് ഒന്നും ആ ക്ലബിലോട്ട് കളിക്കുന്ന ഒരു ഫോമിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ കൂടുതൽ അവരെ പ്രതീക്ഷ ഹാരി കെയ്നിലാണ്. ഹാരി കെയ്ന്റെ ഗോളിലാണ് അവരെ മുന്നോട്ടുള്ള യാത്ര മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടൂർണമെന്റ് തന്നെ ഹാരി കെയ്ൻ 5 ഗോൾ അടിച്ചു. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലണ്ടിന് എന്തായാലും നല്ല ടഫായിരിക്കും. അവരുടെ പ്ലേയേഴ്സ് ഫോം ആയില്ലെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് ചിലപ്പോൾ മാറി മാറും. ഈ നമുക്കറിയാം അസ്തക്ക സ്റ്റേഡിയം എന്നുള്ളത് ഇംഗ്ലണ്ടിന് അത്ര നല്ല ഓർമ്മകളുള്ള സ്റ്റേഡിയം അല്ല. മറഡോണയുടെ ആ ദൈവിക സ്പർശമുള്ള അല്ലെങ്കിൽ കരസ്പർശമുള്ള ഗോളും നൂറ്റാണ്ടിലെ ഗോളും വരുന്നത് അതേ സ്റ്റേഡിയത്തിലാണ്. അത് ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ. അപ്പം ഈ സ്റ്റേഡിയത്തിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് വലിയ പ്രശ്നമാകും ഇംഗ്ലണ്ടിന് എന്നൊക്കെ വിദഗ്ധർ പറയുന്നുണ്ടായിരുന്നു. അത് ശ്വാസം എടുക്കുന്ന കാര്യത്തിൽ, ബോഡി വീക്കാവുന്ന കാര്യത്തിൽ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നമായി മാറുമോ ഗിഫ്റ്റി? എന്തായാലും അവരിപ്പോ ഇത്രയും കാലമായിട്ട് അവര് ഈ വേൾഡ് കപ്പിന് മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ എല്ലാ ടീമും എന്താണ് ആറ്റിറ്റ്യൂഡ്, അവിടുത്തെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ പോയി പ്രാക്ടീസ് ചെയ്യും. എന്തായാലും അവരെ ക്ലൈമറ്റിൽ എന്തായാലും അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഓൾറെഡി അവര് ഈ 3 രാജ്യങ്ങളിലായിട്ടും പ്രാക്ടീസും കാര്യങ്ങളും കളിയായിട്ട് മുന്നോട്ട് പോവല്ലേ. അപ്പൊ അതുകൊണ്ട് അത്ര പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവർ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമില്ല. അപ്പൊ പിന്നെ ഒരു ഹോം അഡ്വാൻറ്റേജ് എപ്പോഴും മെക്സിക്കോയ്ക്ക് ഉണ്ടാവും. അതെന്തായാലും ഫാൻസ് ആണെങ്കിലും പിന്നെ അവരവിടെ കളിച്ച് നിൽക്കുന്ന ടീമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു രീതി ഉണ്ടാവുമെന്ന് മാത്രമാണ് എന്ന് പറയാനുള്ളത്. ഓക്കെ, എന്താണ് ഗിഫ്റ്റി ലാസ്റ്റ് ഇനി ഗിഫ്റ്റിലേക്ക് അവസാനമായി എത്തുന്ന വേറെ നല്ല 2 മത്സരത്തിലെയും സ്കോർ കാർഡ് പ്രൊഡിക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് നോക്കും. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ കളി
ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലോട്ട് പോകുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. 1-1 ഡ്രോ, പെനാൽറ്റി ഷൂട്ട് ഔട്ടാണ് ഞാൻ നോർവേയും ബ്രസീലും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇംഗ്ലണ്ട് പിന്നെ മെക്സിക്കോ. രണ്ടാമത്തെ ഇംഗ്ലണ്ട് മെക്സിക്കോ, എന്റെ പ്രതീക്ഷ മെക്സിക്കോ 1 ഗോളിന് ജയിക്കുമെന്നാണ്. ഇംഗ്ലണ്ട് ആരാധകർ നെഞ്ചുരുകും ഗിഫ്റ്റിയുടെ പ്രവചനം കേട്ടാൽ. അല്ല, എനിക്ക് തോന്നുന്നത് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഈ വേൾഡ് കപ്പിൽ ഭയങ്കര ശക്തിയാണ്. അപ്പൊ അങ്ങനെയൊന്നും ഇംഗ്ലണ്ടിൽ ജയിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കൊരു പ്രതീക്ഷ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഫ്രഞ്ച് നിരക്ക് ഒരിക്കലും അവരെ ഫുൾ ആധിപത്യം പുലർത്താൻ പറ്റൂല പരാഗ്വേന്റെ അടുത്ത്. ഇന്നലെ എങ്ങനെ ഒരു ഗോളിലാണ് അവര് രക്ഷപ്പെട്ടു പോകുന്നത്. അത്രയും പേരായിട്ട നിര, ഗോളടി യന്ത്രങ്ങളൊക്കെ എംബാപ്പയും അതുപോലെ തന്നെ ഡെമ്പലൊക്കെ ഉള്ള ടീമിൽ നിന്നാണ് ഇന്നലെ അവർ അത്രയും ബുദ്ധിമുട്ടിയ ഒരു ഗോളായി കയറി വരാൻ വേണ്ടി. അപ്പൊ അതേപോലെ തന്നെയായിരിക്കും ഇന്നത്തെ മാച്ച് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് മാൻ. ഗിഫ്റ്റി ഗ്രേഷ്യസ് ആണ് ചേർന്നത്, കേരള ഫുട്ബോൾ പ്ലെയർ. ഗിഫ്റ്റി സൂചിപ്പിച്ചതുപോലെ ആണ് മത്സരം പോകുന്നതെങ്കിൽ ഇംഗ്ലണ്ട് 3 ലയൺസിന് കടുകട്ടിയായിരിക്കും പോരാട്ടം മെക്സിക്കോയ്ക്കെതിരെ. അവരുടെ സ്വന്തം ഗ്രൗണ്ടാണ്. ഇനി ബ്രസീൽ നോർവേ പോരാട്ടം ബ്രസീൽ ഒട്ടും എളുപ്പമായിരിക്കില്ല. ബ്രസീൽ ആരാധകർക്ക് ടെൻഷനുണ്ട്. സ്വാഭാവികമായും ഹാളണ്ട് പോലുള്ള ഒരു വൻമരം അവിടെ നോർവേക്ക് വേണ്ടി നിൽക്കുന്നു.